കേരളത്തിൽ ബി.ജെ.പിയിലും കോൺഗ്രസിലും തമ്മിലെ തല്ലും അകത്തളങ്ങളിൽ നിന്ന് നിലവിളിയായി പുറത്തേക്ക് കേട്ടു തുടങ്ങുമ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം നിശബ്ദമായ അംഗീകാരങ്ങൾ തന്നെയാണ് പാർട്ടി തീരുമാനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അധികാരം കിട്ടിയാൽ എന്താ, കുടിക്കുമോ? അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനിടയിലും അന്തർധാരയിൽ ചില തർക്കങ്ങളും മുറുമുറുപ്പുകളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. എം.എ. ബേബി CPM ജനറൽ സെക്രട്ടറി ആകുന്നത് തടയുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അണിയറ നീക്കം പൊളിഞ്ഞു എന്നതാണ്. മധുര പാർട്ടി കോൺഗ്രസിൽ CPM ചുക്കാൻ എം.എ. ബേബിയുടെ കയ്യിലെത്തും. ബൃന്ദ കാരാട്ടിന് പ്രായപരിധി ഇളവ് നൽകി ജനറൽ സെക്രട്ടറി ആക്കാമെന്ന നിർദ്ദേശമാണ് പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രകാശ് കാരാട്ടിനും ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ പിണറായിയെ ഞെട്ടിച്ചുകൊണ്ട് തോമസ് ഐസക്, കെ ശൈലജ, KN ബാലഗോപാൽ, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ എം.എ. ബേബിക്കായി ശക്തമായ ലോബിയിങ്ങിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് മരുമകനെ പിൻഗാമിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പിണറായിയുടെ കരുനീക്കങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞാണ് കൂടെ നിന്ന വിശ്വസ്തർ ഉൾപ്പെടെ എം.എ. ബേബി ക്യാമ്പിലേക്ക് കൂറുമാറിയത്. മന്ത്രി മുഹമ്മദ് റിയാസിനോട് എതിർപ്പുള്ളവരെ ഒപ്പം നിർത്താൻ ബേബി നടത്തിയ ചരടുവലികൾ വിജയകരമായി. പിണറായിയുടെ ഇംഗിതം അറിഞ്ഞിട്ടും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്ത്രപരമായ മൗനത്തിലാണ്. വനിതാ ജനറൽ സെക്രട്ടറി എന്ന ബൃന്ദ കാരാട്ടിനോട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ഭൂരിഭാഗത്തിനും യോജിപ്പില്ല. പ്രായപരിധി ചിലർക്ക് മാത്രം ബാധകമല്ലെന്ന വിവേചനം വ്യക്തിപൂജയ്ക്ക് തുല്യമാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ചിരഞ്ജീവി പട്ടം നൽകി ചിലരെ ചുമന്നു നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് യോജിച്ചതല്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ഡൽഹി ഹൈക്കോടതിയിലെ CMRL കേസ് വിധി വരുന്നതോടെ പിണറായിയുടെ നില പരുങ്ങലിലാകുമെന്ന നിഗമനവും ചേരിമാറാൻ നേതാക്കളെ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. ബി.ജെ.പിയുമായി കേന്ദ്ര സർക്കാരുമായും രഹസ്യധാരണയുണ്ടാക്കി കേസുകൾ അട്ടിമറിക്കുന്ന പിണറായി തന്ത്രം പാർട്ടിക്ക് ആത്മഹത്യാപരമാണെന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. CPM-ന്റെ ഏറ്റവും പ്രബലമായ കേരള ഘടകത്തിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് അവകാശമുണ്ടെന്നാണ് ബേബി ക്യാമ്പിലെ വാദം. EMS-ന് ശേഷം കേരള ഘടകത്തിനു ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിച്ചിട്ടില്ല. പ്രകാശ് കാരാട്ട് മലയാളിയാണെങ്കിലും ഡൽഹി ഘടകത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് പോളിറ്റ് ബ്യൂറോയിലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തും എത്തിയത്. ന്യൂനപക്ഷ സമുദായാംഗമായ എം.എ. ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കുന്നത് കേരളത്തിൽ ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലുമുണ്ട്. മരുമകനെ വാഴിക്കാൻ പിണറായി പാർട്ടിക്കുള്ളിൽ നടത്തിയ വെട്ടിനിരത്തലിന് ഇരയായ തോമസ് ഐസക്, കെ ശൈലജ തുടങ്ങിയവർ ബേബിക്കൊപ്പം ചേർന്നു പകരം വീട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. റിയാസിന്റെ അപ്രമാദിത്വത്തിൽ അമർഷം കൊണ്ട് കഴിയുന്ന പല മന്ത്രിമാരും ബേബി ജനറൽ സെക്രട്ടറിയാക്കാൻ കാത്തിരിക്കുന്നതായാണ് വിവരം. ബാക്കി എന്താണെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.